യുവാക്കൾക്കിടയിലെ കൊലപാതക പരമ്പരകളാണ് ഈയിടെയായി നാം കാണുന്നത്. അമ്മയെന്നോ അച്ഛനെന്നോ കൂടപ്പിറപ്പുകളെന്നോ സുഹൃത്തുക്കളെന്നോ ഓർക്കാതെ കൊലപാതകം നടത്തുന്നവർ. എന്താണ് ന്യൂജൻ യുവാക്കളെ കൊലപാതകങ്ങളിലേക്ക് നയിക്കാനുള്ള കാരണം? ഞങ്ങളുടെ പ്രതിനിധികൾ പകർത്തിയ ജനങ്ങളുടെ പ്രതികരണം കാണാം. ഈ ഒരു റിപ്പോർട്ട് കൂടി കണ്ടുകൊണ്ട് ന്യൂസ് ആഫ്റ്റർനൂൺ ഇവിടെ പൂർത്തിയാകുകയാണ്. നമസ്കാരം. പ്രചരണങ്ങൾ യൂട്യൂബ് അതുപോലുള്ള കാര്യങ്ങളിൽ ഈ വളരെ പച്ചക്ക് മനുഷ്യരെ വെട്ടുകയും കൊല്ലുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ അതൊക്കെ ചെറുപ്പക്കാരുടെ മനസ്സിനെ സ്വാധീനിക്കുന്നുണ്ട്. ഈയിടെ ഇറങ്ങിയ ഒരു സിനിമ പറയുന്നത് കേട്ടു, ചെറിയ കുട്ടികളെ എങ്ങനെ വളരെ ക്രൂരമായിട്ട് കൊല്ലാം. അപ്പോൾ കുട്ടികളെ കൊല്ലുന്നതിന് നമ്മളിതില്ല, പക്ഷേ ആ ആശയം എങ്ങനെ ചിത്രീകരിക്കുക? കുട്ടികളെ കൊല്ലുന്നത് കാണിച്ചുകൊണ്ടാണ്. അതെല്ലാം ഒരു അറപ്പ് തീർക്കലെന്ന് പറയുന്നില്ല, അതുപോലെ ഒന്ന് ഉണ്ടാക്കുന്നുണ്ട്. അത്തരം പ്രചരണങ്ങളെയും ശക്തമായി നിരുത്സാഹപ്പെടുത്താൻ നമ്മുടെ സെൻസർ ബോർഡിനും അതുപോലെ തന്നെ സൈബർ വിഭാഗത്തിനും അതുപോലെ മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്ന വിഭാഗത്തിനും ഒക്കെ സാധിക്കണം. ഇത് ഒരു അക്രമ വാസന പൊതുവെ കൂടി വരുന്നതായിട്ട് നമുക്ക് ഈ സമീപകാല സംഭവങ്ങൾ വിലയിരുത്തുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും. എന്തായാലും നമ്മുടെ വീടുകളിൽ തന്നെ ഇതിൻ്റെ ഒരു പരിശോധനയും ഒരു ആഴത്തിലുള്ള പഠനവും ആവശ്യമാണ് എന്നുള്ളതാണ് അഭിപ്രായം. അന്യ സ്റ്റേറ്റുകളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളുടെ അടിമകളായിട്ട് നമ്മുടെ കുട്ടികൾ മാറിപ്പോകുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. യുവാക്കളിലുള്ള അക്രമവാസന പെരുകുന്നത് അവസാനിപ്പിക്കാൻ നല്ലൊരു ജനകീയ ക്യാമ്പയിൻ സൈക്കോളജിക്കലായിട്ട് നമുക്ക് നടത്തേണ്ടി വരും. എവിടെ നോക്കിയാലും കൊലപാതകം. ഇന്നലെ തന്നെ തിരുവനന്തപുരത്താണ് 6 കൊലപാതകം നടന്നത്. ഈ മയക്കുമരുന്ന് എല്ലാത്തും ചെറുപ്പക്കാർ അഡിക്റ്റാണ് അതിനകത്ത്. ലഹരിയുടെ ഉപയോഗം വളരെ ഒരു 10 കൊല്ലത്തേക്കാളും കൂടുതലായിട്ടുണ്ട്. അതിപ്പോഴത്തെ സർക്കാരും ജനപ്രതിനിധികളും സാമൂഹിക പ്രവർത്തകരും മതസംഘടനകളൊക്കെ ഏറ്റെടുത്ത് ചെയ്തില്ലെങ്കിൽ കേരളത്തിന് അത് വളരെ ദൂഷ്യം ചെയ്യണേണ്. നമുക്ക് പേരൻസിനാണ് തന്നെ കുട്ടികളെ ശ്രദ്ധിക്കാൻ ഒരു സമയമില്ല. ഫോൺ കൊടുത്തിട്ടാണ് നമ്മൾ അവർക്ക് ഫുഡ് വരെ കൊടുക്കുന്നത്. അപ്പോൾ അവർ ജനിക്കുമ്പോൾ മുതൽ ഇതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വിദേശ രാജ്യങ്ങളാണെങ്കിൽ തെറ്റിയാൽ അപ്പോൾ തന്നെ ശിക്ഷ കൊടുക്കണം. ഇവിടെ അങ്ങനെയില്ല. ഇവിടെ ഇപ്പോൾ കുറ്റം ചെയ്ത് കഴിഞ്ഞാൽ അവനെ പോലീസ് പോയി ചോദ്യം ചെയ്യുന്നു. കുറച്ച് കഴിയുമ്പോൾ അവനെ വെറുതെ വിടുന്നു. പിന്നെ അത് ജയിലിൽ പോയി കഴിഞ്ഞാൽ ജയിലിൽ നല്ല സംവിധാനം, കുറച്ച് നല്ല ശക്തമായ നിയമം വരണം.